നമസ്കാരം. തിരുപ്പട്ടൂർ എന്ന സ്ഥലത്തിന് പ്രശസ്തി കൂട്ടുന്നതാണ് ഭക്തർ തലയെഴുത്തു മാറ്റാൻ ജാതകവുമായി പോകുന്ന തിരുപ്പട്ടൂർ ബ്രഹ്മപുരീശ്വരർ കോവിൽ. പുലിക്കാൽ മുനി എന്ന വ്യാഘ്രപാദ മഹർഷിയുടെ ജീവബൃന്ദാവനം എന്നറിയപ്പെടുന്ന തിരുപ്പട്ടൂരിൽ തന്നെയുള്ള മറ്റൊരു ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമികു വിശാലാക്ഷി സമേത കാശി വിശ്വനാഥർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുച്ചി ജില്ലയിൽ തിരുപ്പട്ടൂരിൽ സിരുകന്നൂരിന് അരികിലുള്ള പഴയൂർ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീ പരമേശ്വരൻ കാശി വിശ്വനാഥർ എന്ന നാമത്തിലും പാർവതി ദേവി വിശാലാക്ഷിയമ്മൻ എന്ന നാമത്തിലും അനുഗ്രഹം ചൊരിയുന്നു. പ്രധാനമായും വ്യാഘ്രപാദ മഹർഷിയുടെ ജീവബൃന്ദാവനം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത്. ഭക്തർ തലയെഴുത്തു മാറ്റാൻ ജാതകവുമായി പോകുന്ന തിരുപ്പട്ടൂർ ബ്രഹ്മപുരീശ്വര ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിലാണ് കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രം. പുറനാനൂറിൽ ഈ ക്ഷേത്രത്തെപ്പറ്റി പരാമർശമുള്ളതായി പറയപ്പെടുന്നു. യുഗങ്ങൾക്ക് മുമ്പ് പിടവ് മരങ്ങൾ ധാരാളമുള്ള തിരുപ്പിടവൂർ എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം കാലക്രമേണ തിരുപ്പട്ടൂർ എന്നായി മാറി. പുരാണ കഥ പ്രകാരം ശ്രീ പരമേശ്വരന് 7 ശനിക്കാലം വന്നപ്പോൾ ഭഗവാൻ വിശ്വനാഥസ്വാമിയായി ഭൂലോകത്തിൽ വന്ന് പിടവൂരിൽ വിശാലാക്ഷി അമ്മനെ കാവൽ നിർത്തി അരശമരത്തിന് പിന്നിൽ മറിഞ്ഞിരുന്നു. പക്ഷേ ശനീശ്വരനാവട്ടെ പിടവൂരിലെത്തി 7.5 നാഴിക അവിടെ തന്നെയിരുന്നു. 7.5 നാഴിക കഴിഞ്ഞ് പുറത്തു വന്ന ഭഗവാനോട് തന്നെ ഭയന്ന് ഭഗവാൻ 7.5 നാഴിക അരസമരത്തിന് കീഴിൽ മറിഞ്ഞിരുന്നത് താൻ ഭഗവാനെ 7.5 നാഴിക ബാധിച്ചതിന് തുല്യം തന്നെ എന്ന് ശനീശ്വരൻ അഹങ്കാരത്തോടെ പറഞ്ഞു. ഉടനെ ശിവഭഗവാൻ മഹാമന്ത്ര ഭൈരവരായി അവതാരമെടുത്ത് ശനീശ്വരന്റെ അഹങ്കാരമടക്കി. അതിനാൽ ഇവിടെയുള്ള ഈശനെ വണങ്ങിയാൽ ശനിദോഷം നീങ്ങുമെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിൽ വ്യാഘ്രപാദ മുനി, പതഞ്ജലി മഹർഷി, കശ്യപ മഹർഷി, ഐരാവതം എന്നിങ്ങനെയുള്ള ദിവ്യന്മാർ കാശി വിശ്വനാഥ സ്വാമിയെ പൂജിച്ചിട്ടുണ്ട്. നവഗ്രഹങ്ങളിൽ അധിപതിയായ സൂര്യദേവൻ ദിനവും തന്റെ പ്രഭാത കിരണങ്ങളാൽ മൂലവർക്ക് പൂജ ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിലെ പുലിപ്പാച്ചി തീർത്ഥം ഗംഗാതീർത്ഥത്തിന് സമാനം. ഈ തീർത്ഥത്തിൽ നീരാടി ഇവിടെയുള്ള മൂലവർ കാശി വിശ്വനാഥരെ പ്രാർത്ഥിച്ചാൽ മാനസിക രോഗങ്ങൾ മാറും, നവഗ്രഹ ദോഷങ്ങൾ തീരും എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിന്റെ ഉൾപ്രകാരം ഓംകാര വടിവത്തിലുള്ളതാണ്. എല്ലാ പൗർണമി നാളുകളിലും ക്ഷേത്രത്തിൽ വിശേഷ പൂജകളും ഗിരിവലവും 1000 പേർക്ക് അന്നദാനവും നടത്തുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. തിലയിൽ ശിവഭഗവാൻ ആടിയ ആനന്ദതാണ്ഡവം കണ്ട ശേഷം ത്രേതായുഗത്തിൽ ഒരു നാൾ കാശിക്ക് പോവുകയായിരുന്നു വ്യാഘ്രപാദ മുനി എന്ന പുലിക്കാൽ മുനി. പോകുന്ന വഴിയിൽ പതഞ്ജലി മഹർഷിയോടൊപ്പം ഇവിടെ തിരുപ്പുടവൂരിലെത്തിയ അദ്ദേഹം ഈ ക്ഷേത്രത്തിലെ കാശി വിശ്വനാഥരുടെ മഹിമയറിഞ്ഞ് ഇവിടെ താമസിച്ച് ശിവപൂജ ചെയ്തു വന്നു. അങ്ങനെയിരിക്കെ ഈ പ്രദേശത്ത് വരൾച്ച ഏർപ്പെട്ട് ഭഗവാന് നിത്യപൂജയ്ക്ക് പോലും ജലമെടുക്കാനില്ലാത്ത അവസ്ഥ വന്നു ചേർന്നു. ആ സമയം ആകാശമാർഗം ദേവേന്ദ്രൻ തിരുവാനക്കാവൽ ജംബുകേശ്വരർക്ക് അഭിഷേകം ചെയ്യാനുള്ള തീർത്ഥവുമായി ഐരാവതത്തിന്റെ പുറത്ത് പോകുന്നത് വ്യാഘ്രപാദ മഹർഷി കണ്ടു. കൈലാസത്തിൽ നിന്നും തീർത്ഥമെടുത്തുകൊണ്ട് ഐരാവതത്തിന്റെ പുറത്തേറിപ്പോയി ദിനവും ജംബുകേശ്വരരെ അഭിഷേകം ചെയ്ത് മടങ്ങുന്ന ശീലം ഇന്ദ്രനുണ്ടായിരുന്നു. വ്യാഘ്രപാദ മഹർഷി ഐരാവതത്തോട് ശിവഭഗവാന് പൂജ ചെയ്യാൻ കുറച്ച് തീർത്ഥം തരണം എന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ ഐരാവതം തീർത്ഥം തരാൻ പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു. ഇത് കേട്ട വ്യാഘ്രപാദർക്ക് കോപം അടക്കാനായില്ല. അദ്ദേഹം തന്റെ പുലിക്കാൽ നഖങ്ങളാൽ തറയിൽ തോണ്ടി. ഉടനെ ശിവഭഗവാന് ജടയിലിരുന്ന ഗംഗാനദി താഴേക്ക് വന്ന് തിരുക്കുളമായി നിറഞ്ഞു നിന്നു. മഹർഷി ആ ദിവ്യമായ ഗംഗാജലം കൊണ്ട് ശിവഭഗവാന് അഭിഷേകാരാധനകൾ ചെയ്തു. അതാണ് ക്ഷേത്രത്തിന്റെ തെക്കുവശത്തുള്ള പുലിപ്പാച്ചി തീർത്ഥം എന്നറിയപ്പെടുന്ന വ്യാഘ്രപാദ തീർത്ഥം. വ്യാഘ്രപാദ മഹർഷിയോട് തർക്കത്തിൽ ഏർപ്പെട്ടതിനാൽ ഐരാവതം തിരുവാനക്കാവിലേക്ക് അന്ന് താമസിച്ചാണ് എത്തിയത്. താമസിച്ചതിന്റെ കാരണം ജംബുകേശ്വരർ ഐരാവതത്തോട് ചോദിക്കെ വ്യാഘ്രപാദ മഹർഷി ജലം ചോദിച്ച കാര്യവും താൻ കൊടുക്കാതിരുന്നതും മടി കൂടാതെ ഐരാവതം ഭഗവാനോട് പറഞ്ഞു. ഇത് കേട്ടതും ജംബുകേശ്വര സ്വാമി ഐരാവതത്തോട് തിരുപ്പട്ടൂരിൽ പോയി വ്യാഘ്രപാദ മഹർഷിക്ക് ജലം കൊടുത്തിട്ട് വാ എന്നുര ചെയ്തു. ഐരാവതം ജലം നിറച്ച കുടവുമായി തിരുപ്പട്ടൂരെത്തി വ്യാഘ്രപാദരോട് ജലം എടുത്തുകൊള്ളാൻ അഭ്യർത്ഥിച്ചു. പക്ഷേ കോപം തണുക്കാതിരുന്ന വ്യാഘ്രപാദർ ജലം വേണ്ട എന്ന് കട്ടായം പറഞ്ഞു. ഐരാവതം തന്റെ കയ്യിലിരുന്ന തീർത്ഥം കൊണ്ട് സ്വയം കാശി വിശ്വനാഥർക്ക് അഭിഷേകം ചെയ്ത് തിരിച്ചുപോയി. പിന്നീട് ഇവിടെ ശിവദർശനം കിട്ടിയ വ്യാഘ്രപാദ മഹർഷിയും തിരുപ്പട്ടൂരിൽ ബ്രഹ്മപുരീശ്വര ക്ഷേത്രത്തിൽ പതഞ്ജലി മഹർഷിയും സമാധിയിലേക്ക് പോയി എന്നാണ് കഥ. 3000 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്ന ചോഴ രാജാക്കന്മാരാൽ നിർമ്മിക്കപ്പെട്ടതെന്ന് അനുമാനിക്കുന്ന 3 നില രാജഗോപുരത്തോടു കൂടിയുള്ള ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ തിരുപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തികച്ചും ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയിൽ അയ്യനാർ കോവിൽ, അങ്കാള പരമേശ്വരി അമ്മൻ കോവിൽ എന്നിങ്ങനെ പല ചെറുകോവിലുകൾ ഉണ്ട്. സ്ഥലപുരാണ പ്രകാരം അയ്യനാർ പല 100 ആണ്ടുകൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിലുള്ള സകല ബ്രാഹ്മണരും അവരുടെ തൊഴിലും നിന്നുപോകുമെന്ന് ശപിച്ചതിനാൽ മെല്ലെ മെല്ലെ കോവിലുകൾ വർഷക്കണക്കിന് പരിപാലനമില്ലാതെ കിടന്നെന്നും പൂജാരിമാർ പലായനം ചെയ്തെന്നും കഥയുണ്ട്. കോവിലുകളിൽ തിരുപ്പണികൾ ചെയ്ത് അയ്യനാർക്ക് കുംഭാഭിഷേകം നടത്തിയാൽ എല്ലാം ശരിയാവുമെന്ന വിശ്വാസത്തിൽ ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രങ്ങളിലെല്ലാം തിരുപ്പണികൾ നടക്കുകയാണെന്നാണ് ഭക്തജന സംസാരം. കിഴക്ക് ദർശനമായി ഈ ക്ഷേത്രത്തിന് കിഴക്കിലും തെക്കിലും ഗോപുരമുണ്ട്. എങ്കിലും ഭക്തർ തെക്കുവാതിലാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. തെക്കുവാതിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ആദ്യം ബലിപീഠം, നന്ദി ഭഗവാൻ, അടുത്തത് വ്യാഘ്രപാദ മഹർഷിയുടെ ജീവസമാധി എന്ന് ഭക്തർ വിളിക്കുന്ന ജീവവൃന്ദാവനം.
ഇത് ജീവസമാധിയല്ല, ജീവവൃന്ദാവനം ആണെന്നാണ് ക്ഷേത്ര പൂജാരിയുടെ അഭിപ്രായം. അതിന്റെ കാരണവും അദ്ദേഹം വ്യക്തമായി പറഞ്ഞു തന്നു. ജീവസമാധിയാണെങ്കിൽ തീർച്ചയായും സമാധിക്ക് മേലെ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കും. പക്ഷേ ഇവിടെ അതില്ല. പകരം തുളസിത്തറ പോലെയാണ് പീഠം നിർമ്മിച്ചിരിക്കുന്നത്. വ്യാഘ്രപാദ മഹർഷിയുടെ ശ്വാസം പുറത്തു പോകാനുള്ള സംവിധാനമുണ്ട് എന്നാണ് പറയുന്നത്. ചെറിയൊരു രുദ്രാക്ഷ പന്തലിന് കീഴെയാണ് വ്യാഘ്രപാദ മഹർഷിയുടെ ജീവവൃന്ദാവനം. രുദ്രാക്ഷം കൊണ്ടലങ്കരിച്ച പീഠത്തിൽ ദശാവതാര ശില്പങ്ങളും മഹർഷിയുടെ ശില്പവുമുണ്ട്. അരികിൽ അഖണ്ഡ ദീപം തെളിയിച്ചിട്ടുണ്ട്. ഭക്തർക്ക് ഈ അഖണ്ഡ ദീപത്തിൽ എണ്ണ സമർപ്പിക്കാനുള്ള സൗകര്യവുമുണ്ട്. ഈ ജീവവൃന്ദാവനത്തിനകത്തിരുന്നു കൊണ്ട് മഹർഷി ഭഗവാനെ ധ്യാനിക്കുന്നു എന്നാണ് വിശ്വാസം. വ്യാഘ്രപാദർ ജീവവൃന്ദാവനം സന്ദർശിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് കടുത്ത അസുഖങ്ങളും ഗുണമാകുമെന്നതാണ് വിശ്വാസം. ചതയ നക്ഷത്രത്തിൽ നടക്കുന്ന ഗുരുപൂജ ഇവിടെ വിശേഷപ്പെട്ടത്. ക്ഷേത്രത്തിലെ പ്രധാന സന്നിധിക്കരികിൽ ഇടതുഭാഗത്ത് വിശാലാക്ഷി അമ്മൻ തനി സന്നിധിയിൽ 4 കരങ്ങളോടെ, മേൽക്കരങ്ങളിൽ രുദ്രാക്ഷമാലയോടെയും മലരോടെയും, കീഴ്ക്കരങ്ങൾ അഭയവരദഹസ്തമുദ്രയോടെയും പുഞ്ചിരിച്ചുകൊണ്ട് തെക്ക് ദർശനമായി നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. പ്രധാന സന്നിധിയിൽ മൂലവർ കാശി വിശ്വനാഥർ സ്വയംഭൂ ശിവലിംഗ തിരുമേനിയായി കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ഈ ക്ഷേത്രത്തിലെ ഭഗവാന്റെ കാലപ്പഴക്കം ആർക്കും തിട്ടമില്ല. വ്യാഘ്രപാദ മഹർഷിക്ക് ദർശനം കൊടുത്ത ഭഗവാനാണിത്. കാശി വിശ്വനാഥർക്ക് തുടർന്ന് 5 വാരം വ്യാഴാഴ്ചകളിൽ നെയ്ദീപം തെളിയിച്ച് മഞ്ഞൾ വസ്ത്രം ചാർത്തി വെള്ളക്കടല കൊണ്ട് മാല ചാർത്തി അഭിഷേകം ചെയ്താൽ വിവാഹ തടസ്സം, സന്താന തടസ്സം, ഉദ്യോഗ തടസ്സം നീങ്ങും. ശനിദോഷം മാറും എന്നാണ് വിശ്വാസം. പൂജാ സാധനങ്ങൾ ക്ഷേത്രത്തിന് മുന്നിൽ ലഭ്യമാണ്. ക്ഷേത്രത്തിൽ വലംപുരി വിനായകർ, ലിംഗോദ്ഭവർ, ബ്രഹ്മാവ്, ദുർഗ, ഭൈരവർ, ചണ്ഡികേശ്വരർ, ദക്ഷിണാമൂർത്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നിങ്ങനെ സാധാരണ ശിവക്ഷേത്രങ്ങളിൽ കാണാറുള്ള കുറച്ച് ഉപപ്രതിഷ്ഠകൾ ഇവിടെയുമുണ്ട്. ക്ഷേത്രവൃക്ഷം പിടവുമരം. ക്ഷേത്രതീർത്ഥം പുലിപ്പാച്ചി തീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള 4 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ശിവരാത്രി, ആടിപ്പൂരം, തൃക്കാർത്തിക, അമാവാസി പൗർണമികൾ ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. പൂജാ സമയം വ്യാഴാഴ്ച രാവിലെ 6 മണി മുതൽ 1 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ 7:30 മണി വരെ. ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ 12:30 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ 7:30 മണി വരെ. മറ്റു ദിവസങ്ങൾ രാവിലെ 7 മണി മുതൽ 12:30 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുച്ചിയിൽ നിന്ന് 33 കിലോമീറ്റർ, സമയപുരത്ത് നിന്ന് 25 കിലോമീറ്റർ, സിരുകന്നൂരിൽ നിന്ന് 4 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുച്ചി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.